വളരെ രുചികരവും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമായിട്ടുള്ള ഒരു വിഭവമാണ് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി സാദം. വളരെ പെട്ടെന്ന് ഇന്ന് നമുക്ക് ട്രഡീഷണൽ രീതിയിൽ ഈ ടൊമാറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യമായിട്ട് നമുക്കിവിടെ വേണ്ടത് കുക്ക്ഡ് റൈസാണ്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ബസ്മതി റൈസ്, ചെറിയ മണിയുള്ള ബസ്മതി റൈസ് കുറച്ചധികം വെള്ളത്തിൽ ഒരു 90% കുക്കായതിന് ശേഷം ആ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരിമണികൾ തമ്മിൽ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ചു പോവില്ല. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ കുക്കർ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുവാണെങ്കിൽ ചില സമയത്ത് ഒരു ചാൻസ് ഉണ്ടല്ലോ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട്, അഥവാ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആവാതെ കുറച്ച് വിട്ട് നിൽക്കുന്ന റൈസാണ് ഈ വിഭവത്തിന് നന്നായിട്ടുണ്ടാവുക. വേണമെങ്കിൽ നമുക്ക് ബാക്കി വന്ന ചോറും ഉപയോഗിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് റെഡായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ ഉഴുന്നുപരിപ്പ് കരിയാൻ വേണ്ടി തുടങ്ങും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം കശുവണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അല്പം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ചെറിയൊരു റെഡായി തുടങ്ങുന്നവരെ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി തുടങ്ങും. ഇത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള നല്ലൊരു കാരമലൈസ് ആവുന്നവരെ, അല്പം ഒരു റെഡായി തുടങ്ങുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് ഒരു 4-5 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ കുനുകുനാന്ന് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരിഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയുടെ ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക് തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടും കിട്ടും. അതുപോലെ നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരികയും ചെയ്യും. അപ്പോഴാണ് ഇതിന് നല്ല രുചിയായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാവുന്നവരെ തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത സവാളേൻ്റെ ഇരട്ടി എമൗണ്ട് തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് സവാളയല്ലേ ചേർത്തത്. അപ്പോൾ ഒരു തക്കാളി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ 2 തക്കാളിയും വളരെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഇതുപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ജ്യൂസി ആയിട്ടിരിക്കും ഈ ഒരു ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം അരച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ആ ഒരു തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് തവിയുടെ പിൻവശം വെച്ചിട്ട് ഇതിനകത്ത് അല്പം വലിയതായിട്ട് കിടക്കുന്ന തക്കാളീൻ്റെ പീസസൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇനി നമുക്ക് അല്പസമയം ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ തക്കാളിയുടെ ആ ഒരു പച്ചമണക്ക മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് ആ പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് തുറന്നിട്ടോ നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം ആ മൂടി എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നന്നായി തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആവുന്നവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരു 4-5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ മാക്സിമം. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു ഗ്രേവി, തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും.
കണ്ടോ, അതിൻ്റെ കളറൊക്കെ ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടില്ലേ. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളിക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അഥവാ പുളി കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് അല്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്രമാത്രം പുളി വേണം അതിനനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് മുളക് പൊടിയുടെ നോക്കിയിട്ട് വേണം പച്ചമുളക് എത്രമാത്രം വേണമെന്ന് ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം തന്നെ ഈ ഗ്രേവിയുടെ നല്ലൊരു വാസന തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റൈസാണ്. ഇപ്പോൾ ഏകദേശം 1.25 ബൗളോളം ഉണ്ട്. അത് ഇതുപോലെ വിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്ന റൈസ് ഇതുപോലെ അധികം വെള്ളപ്പറ്റില്ലാതെ അല്പം മണിയായിട്ട് തന്നെ ഒരു 90% മാത്രം കുക്കായിട്ടുള്ള റൈസാണ് നമ്മളിതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ അരിമണി ഒന്നും പൊട്ടിപ്പോവാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നില്ല. പകരം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏറ്റവും അവസാനം അല്പം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അല്പസമയം ഈ ഇളം ചൂടിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ആ ഗ്രേവിയും ആ ഒരു സ്മെല്ലൊക്കെ എല്ലാ സ്ഥലത്തും ഒന്നാവട്ടെ. ഇത്രയും തന്നെയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസ് തയ്യാറായി കഴിഞ്ഞു. തക്കാളി സാദം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു ഭക്ഷണം ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനാണ്. മാത്രമല്ല ടിഫിൻ ബോക്സ് ഐറ്റമായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ റൈസും നല്ലൊരു അച്ചാറും പപ്പടം ഉണ്ടായാൽ തന്നെ പിന്നെ വേറെ ഒന്നും വേണ്ട ലഞ്ചിന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.